ഹലോ എവരിവൺ, MBA ക്ലോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമാറ്റ് കേരള 2026 കെമാറ്റ് എക്സാം 2026 MBA പ്രവേശന പരീക്ഷ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. വീഡിയോയിൽ സംസാരിക്കുന്ന കേരളത്തിൽ MBA പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. കേരളത്തിൽ MBA പ്രവേശനത്തിനായി നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ മാൻഡേറ്റ് ചെയ്യുന്ന 3 എക്സാമുകൾ കെമാറ്റ്, സിമാറ്റ്, ക്യാറ്റ് ആണ്. ഇതിൽ ക്യാറ്റ് എക്സാം ഓൾറെഡി കഴിഞ്ഞു ഈ വർഷം. 2026 അഡ്മിഷന് വേണ്ടിയുള്ള ക്യാറ്റ് എക്സാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സിമാറ്റ് എക്സാമിന് വേണ്ടിയുള്ള സിമാറ്റ് എക്സാം നടക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ എന്നാൽ സിമാറ്റ് എക്സാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ MBA പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ആയിട്ടുള്ള എക്സാമായി മാറുകയാണ് കെമാറ്റ് എക്സാം എന്നുള്ളത്. കെമാറ്റ് എക്സാമിൻ്റെ വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കേരളത്തിൽ MBA പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, സുഹൃത്തുക്കളായിട്ടൊക്കെ പങ്കുവയ്ക്കുക. MBA ക്ലൗഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കെമാറ്റ് പ്രിപ്പറേറ്ററി വീഡിയോസുകൾ, MBA സബ്ജക്ട് ട്യൂട്ടോറിയൽസ്, ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ, നിരവധിയായിട്ടുള്ള MBA റിലേറ്റഡ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നു. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇൻ ടു ദ വീഡിയോ നൗ. നിങ്ങളെല്ലാവരും ഓർത്തിരിക്കേണ്ട കെമാറ്റ് എക്സാമിൽ നിന്ന് എല്ലാവരും തന്നെ ഓർത്തിരിക്കേണ്ട ഒരു വെബ്സൈറ്റ് ആദ്യം തന്നെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. www.ce.kerala.gov.in. നിങ്ങൾ MBA എൻട്രൻസിന് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ കെമാറ്റ് എക്സാം രജിസ്റ്റർ ചെയ്ത മുതൽ അഡ്മിറ്റ് കാർഡ് വരുന്നതും എക്സാം എഴുതുന്നതും റിസൾട്ട് വരുന്നതും എല്ലാ പ്രോസസ്സുകളിലും വളരെ പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റാണ് www.ce.kerala.gov.in വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഹോം പേജിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഹോം പേജിൽ കെമാറ്റ് 2026 ആപ്ലിക്കേഷൻ പോർട്ടൽ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്താലേ നിങ്ങൾക്ക് ഇത് എത്തുള്ളൂ. അപ്പം ഇനീഷ്യലി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു പേജ് കാണാൻ സാധിക്കത്തില്ല. കുറേ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PG അഡ്മിഷൻ്റെ താഴെ കെമാറ്റ് 2026 ആപ്ലിക്കേഷൻ പോർട്ടൽ സെഷൻ 1 എന്ന് കാണാൻ സാധിക്കും. ആ പേജിൽ ക്ലിക്ക് ചെയ്താൽ ഒരു മറ്റൊരു പേജിലേക്ക് ലീഡ് ചെയ്യുകയാണ്. ഇതാണ് കെമാറ്റിൻ്റെ ലാൻഡിംഗ് പേജ്, രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള പേജാണ്. നിങ്ങൾക്ക് ഇവിടെ ce.kerala.gov.in കെമാറ്റ് ഓൺലൈൻ 2026 ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 22nd ആപ്ലിക്കേഷൻ മൺഡേ സ്റ്റാർട്ട് ചെയ്തായിട്ട് കാണാം. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടാണ്. ജാനുവരി 1-ാം തീയതി ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുകയാണ്. ഏകദേശം 3 ആഴ്ച സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ 3 ആഴ്ചത്തേക്ക് വെയിറ്റ് ചെയ്യാതെ തന്നെ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അഗെയിൻ ഇതിന് 5 സ്റ്റെപ്സ് ആയിട്ട് നിങ്ങൾ അതിനെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റെപ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അഗെയിൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സുകൾ പറയുന്നു. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്താ നോക്കുന്നു. ഇനി നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓർഡേഴ്സ്, പ്രീ റിക്വസ്റ്റീസ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓർഡേഴ്സ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട്, പ്രസ് റിലീസ് ഉണ്ട്. അപ്പം പ്രസ് റിലീസ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് പ്രസ് റിലീസ് ക്ലിക്ക് ചെയ്ത് പ്രസ് റിലീസിലെ വിശദ വിവരങ്ങൾ നോക്കാം. നമുക്ക് പ്രസ് റിലീസ് ഒന്ന് ഞാൻ നോക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്നത് തന്നെ പ്രസ് റിലീസിൽ കാണുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. കെമാറ്റ് എക്സാമിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ജാനുവരി 25-നാണ് കെമാറ്റ് എക്സാം. 2026 അഡ്മിഷന് വേണ്ടി അധ്യയന വർഷത്തെ MBA പ്രവേശനത്തിനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയായ കെമാറ്റ് എക്സാം കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് എക്സാം 2025 നടത്തുന്നു. എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രം ഉണ്ടായിരിക്കുന്നതാണ്. 2026 ജാനുവരി 15 വൈകുന്നേരം 4 മണിക്കകം അപ്ലൈ ചെയ്യേണ്ടതാണ്. വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് www.ce.kerala.gov.in. മറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ വിശദാംശങ്ങളോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ നോട്ടിഫിക്കേഷൻ കൂടെ നോക്കാം. തൊട്ടടുത്ത പേജിലുള്ള നോട്ടിഫിക്കേഷൻ, തൊട്ടപ്പുറത്തുള്ള നോട്ടിഫിക്കേഷനകത്ത് എലിജിബിലിറ്റി പറയുന്നുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഈ 3 പേജിലുള്ള നോട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. ഞാൻ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ്സിൽ പറയാണ്. എലിജിബിലിറ്റി ആർക്കാണ് എലിജിബിൾ? ഇന്ത്യൻ ആൻഡ് നോൺ ഇന്ത്യൻസ് ആർ എലിജിബിൾ ടു അപ്ലൈ, ബട്ട് ഓൺലി കേരള കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് റിസർവേഷൻ ഓർ ഫീ കൺസെഷൻ. ഓക്കെ, ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾ മിനിമം 3 ഇയർ പാറ്റേണിൽ കംപ്ലീറ്റ് ചെയ്തായിരിക്കണം. അപ്പോൾ 3 ഇയറോ 4 ഇയറോ ഒക്കെയുള്ള കോഴ്സുകൾ ഓക്കെയാണ്. 2026 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ 2026 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കോ ഓൾറെഡി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കോ ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2025 ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം, 2024 ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 2026 കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കും എന്ന് വെച്ചാൽ നിലവിലെ ഫൈനൽ ഇയേഴ്സ് വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നിലവിൽ ഓൾറെഡി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. ഒപ്പം തന്നെ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിലവിൽ നിങ്ങൾ എലിജിബിലിറ്റി
ഡോക്യുമെന്റ്സ് ഇൻ പ്രൂഫ് ഓഫ് ആപ്ലിക്കബിൾ എലിജിബിലിറ്റി ഇതൊക്കെ തന്നെ നിങ്ങൾ അഡ്മിഷൻ സമയത്താണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. നൺ ഓഫ് ദീസ് ഡോക്യുമെന്റ് നീഡ് ടു ബി അപ്ലോഡഡ് ടു along with the application form or സിഇയിലേക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഏത് കോളേജിലാണോ അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ മറ്റ് എലിജിബിലിറ്റി മറ്റ് ഫോമുകളൊക്കെ കൊടുക്കേണ്ടത്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലുള്ളത് തന്നെ 3 മണിക്കൂറിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 3 മണിക്കൂർ 180 ക്വസ്റ്റ്യൻസ് 180 × 4 1720 മാർക്സിലുള്ള പേപ്പറാണ്. ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്കും ഓരോ തെറ്റുത്തരത്തിനും -1 മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സ്കോറിംഗ് വരുന്നത്. അപ്പോൾ അങ്ങനെ 180 ക്വസ്റ്റ്യന് 180 ക്വസ്റ്റ്യൻ × 4 720 ആണ് ഇതിൻ്റെ ടോട്ടൽ മാർക്ക് പറയുന്നത്. ക്വസ്റ്റ്യൻസ് 4 കാറ്റഗറിയിലാണ് യൂഷ്വലി വരാറുള്ളത്. ഇത്തവണ മാറ്റമൊന്നുമില്ല. ഇംഗ്ലീഷിൻ്റെ ഒരു പാർട്ട് 50 ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ, ഡാറ്റാ സഫിഷ്യൻസി ഒരു 40 ക്വസ്റ്റ്യൻ, GK മറ്റൊരു 40 ക്വസ്റ്റ്യൻസ്. ഇനി ക്വാളിഫൈ മാർക്ക്, ഈ എക്സാം പാസ്സാകാൻ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണ്ടത്? നിങ്ങൾ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ SCBC കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ 10% മാർക്കാണ് വേണ്ടത്. എന്ന് വെച്ചാൽ 72 മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നിങ്ങളൊരു SC ST PD കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 7.5% മാർക്കാണ് വേണ്ടത് പാസ്സാകാൻ 720-ൻ്റെ, വിച്ച് മീൻസ് 54 മാർക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ ഏത് അഫിലിയേറ്റഡ് കോളേജുകളിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലും MBA പ്രവേശനത്തിനായിട്ട് ഈ ഒരു ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ആണ്, ഇൻക്ലൂഡിങ് ഓട്ടോണമസ് അടക്കമുള്ള കോളേജിൽ ഈ ഒരു ക്രൈറ്റീരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നൗ വീണ്ടും നമ്മുടെ ഹോം പേജിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ഞാൻ 1-2 കാര്യങ്ങളെന്ന് പറയുന്നത് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നിങ്ങളൊന്ന് ബ്രീഫായിട്ട് വായിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെയുള്ള ചില ഗൈഡ് ലൈൻസ്, ഫണ്ടമെൻ്റൽ ഗൈഡ് ലൈൻസിൽ നിങ്ങൾ അറിയണം. അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഈ പറയുന്ന ഒരു ഫോർമാറ്റ് ഉള്ള പ്രധാനപ്പെട്ടാണ്. ഇതിൽ ഗൈഡ് ലൈനിൽ കൊടുത്തിട്ടുണ്ട് ഏത് ഫോർമാറ്റ്, JPG അല്ലെങ്കിൽ ഫയൽ സൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫോർമാറ്റ് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഫോർമാറ്റ് നോക്കിയിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെക്കുക. again നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് ഉള്ളവർ തന്നെയായിരിക്കണം നെയിം തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ച ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ പ്ലാൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ന്യൂ യൂസർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള തന്നെ നിങ്ങളൊരു ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഒരു രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും മസ്റ്റാണ്. ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും വാലിഡ് ആയിരിക്കണം. വാലിഡ് മീൻസ് നിങ്ങൾ ഇമെയിൽ ഐ ഡി ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമെയിൽ ഐ ഡി അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഇമെയിലൊന്നും ചെക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് കറക്റ്റായ ശേഷം മാത്രം കൊടുക്കുക. കാരണം ഇമെയിൽ ത്രൂ ഒരു വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ഇമെയിൽ നോക്കി OTP, ഫോണിലൊരു OTP വരുന്നത് തന്നെ ഇമെയിൽ ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ OTP കറക്റ്റായിട്ട് എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ തെറ്റിപ്പോകാതെ നോക്കുക. ഇമെയിൽ ഐ ഡി ശരിയാകണമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും തെറ്റാതെ കൊടുക്കുക. പേര് കൊടുക്കുമ്പം കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ്ങും തെറ്റാതെ നിങ്ങളുടെ SLC ബുക്കിലുള്ളവർ തന്നെ ആ ഗൈഡ് ലൈൻസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ശേഷം ചെയ്യുക. ഇനി ഇത് ഒറ്റ സ്റ്റെപ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാൻഡിഡേറ്റ് ലോഗിൻ വെച്ച് പിന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും തന്നെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയും നിങ്ങളുടെ ഫോൺ നമ്പറും ബേസിക് ഡീറ്റെയിൽസും കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു യൂസർ പ്രൊഫൈൽ ക്രിയേറ്റഡ് ആവുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു യൂസർ നെയിമും പ്ലസ് പാസ്വേഡും ജനറേറ്റഡ് ആവുന്നു. അത് വെച്ച് നിങ്ങൾക്ക് ബാക്കി പ്രോസസ്സുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും തന്നെ KMAT എക്സാമിൻ്റെ ഈ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. www.c.kerala.gov.in ലോഗൗട്ട് ചെയ്ത് നിങ്ങളുടെ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു KMAT ട്രെയിനിങ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ MBA ക്ലൗഡ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ ജോയിൻ മെമ്പർഷിപ്പ് ഓപ്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓൾറെഡി ചെയ്യുന്നത്. ഓൾറെഡി മെമ്പർഷിപ്പ് ഓപ്ഷനിൽ നമ്മൾ വീഡിയോസുകൾ അപ്ലോഡഡ് ആണ്. ഏകദേശം ഒരു 20ഓളം വീഡിയോസുകൾ ഇപ്പോൾ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി സെഗ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മെമ്പേഴ്സ് ഓൺലി സെഗ്മെൻറ്റിനകത്ത് നിങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, GK പോലുള്ള വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ,
എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ചില ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടിപ്സുകൾ, ട്രിക്കുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ സൊല്യൂഷൻസ്, ഇങ്ങനെ കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം. സോ വിച്ച് ഇസ് അറൗണ്ട് ഒരു 90 റുപ്പീസ് താഴെ നിങ്ങൾക്ക് പെർ മന്ത് ആകുന്നുള്ളൂ. 2 മാസത്തെ എമൗണ്ട് എടുത്താൽ പോലും നിങ്ങൾക്ക് ഒരു 200 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് KMAT ട്രെയിനിങ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. യൂഷ്വലി ഒരു കോച്ചിങ് സെൻ്ററൊക്കെ KMAT ട്രെയിനിങ് നടത്തുമ്പോൾ ചുരുങ്ങിയത് 3000 രൂപയൊക്കെയാണ് വാങ്ങുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ജോയിൻ ബട്ടൺ. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മിക്കവാറും എല്ലാ ദിവസങ്ങളും തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അവർ പ്ലാൻ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് തന്നെ ജോയിൻ ചെയ്യുക. ഈ ഒരു ബട്ടണിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ പ്രൊസീഡ് ടു അനദർ ബട്ടൺ. ഇവിടെ നിങ്ങൾക്ക് 89 പെർ മന്ത്. അപ്പോൾ ഈ ജോയിനിങ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ ഓപ്ഷൻ സ്റ്റാൻഡിംഗ് സെഷൻ ഓപ്ഷൻ ഉപയോഗിച്ചോ ഓക്കെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. ഓർക്കുക, മെമ്പർഷിപ്പ് റിക്കറിങ് മെമ്പർഷിപ്പാണ്. അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് എന്നും കൂടി ഓർത്തിരിക്കുക. സോ ഇൻട്രസ്റ്റ് ആയ എല്ലാവരും തന്നെ മെമ്പർഷിപ്പ് എടുക്കുക. കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയ വീഡിയോസുകൾ, മോക്ക് ടെസ്റ്റുകൾ, എക്സാം പ്രിപ്പറേറ്ററി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഈ എക്സ്ക്ലൂസീവായിട്ട് ഈ മെമ്പർഷിപ്പ് ഓൺലി വീഡിയോസ് ആയിട്ടായിരിക്കും കവർ ചെയ്യപ്പെടുന്നത്. ജനറലി നമ്മുടെ ചാനലിൽ പ്രിപ്പറേറ്ററി വീഡിയോസുകൾ പലതും കോമൺ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തരം വീഡിയോസുകൾ നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. MBA പ്രവേശനം കേരളത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ എക്സാം വളരെ യൂസ്ഫുൾ ആയിട്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെയ്യുക. പലരും ചോദിക്കുന്നുണ്ട് വീണ്ടും എക്സാം ഉണ്ടാകുമെന്നുള്ളത്. സാധാരണ 2 സെഷൻ ഉണ്ട്. പക്ഷേ എന്നാൽ തന്നെയും ഫസ്റ്റ് സെഷനിൽ തന്നെ നിങ്ങൾ ക്വാളിഫൈഡ് ആവുക. പല കോളേജുകളും ഫസ്റ്റ് സെഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്ന കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ കാണുക. എഗെയിൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സുകളൊക്കെ ചെക്ക് ചെയ്യുക. എക്സാമിനോട്ട് രജിസ്റ്റർ ചെയ്യുക. വിഷ് യു ദി വെരി ബെസ്റ്റ്. വീണ്ടും നമുക്ക് മറ്റു വീഡിയോ കാണാം. ടിൽ ദെൻ ഓൾ ഓഫ് യു സ്റ്റേ സേഫ്. ടേക്ക് കെയർ. ബൈ.